ഡിഫറൻഷ്യൽ ജോമെട്രിയിലെ വേറൊരു ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഫംഗ്ഷന് നമുക്കിതിൻ്റെ ലെവൽ സെറ്റും കാണണം, ഗ്രാഫ് ഓഫ് ഫംഗ്ഷനും കാണണം. ലെവൽ സെറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ലെവൽ സെറ്റിന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്നാണ് നമ്മൾ ലെവൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, നമ്മുടെ ലെവൽ സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത് യുവിൽ നിന്ന് ആറിലേക്കായിരുന്നു. ഇവിടെ യുവിന് പകരം ആരാളുള്ളത്? R2. യുവിൽ R2 എന്ന് പറയുമ്പോൾ 2 എലമെൻസേ ഉള്ളൂ. നമ്മൾ എടുത്തിട്ടുള്ള ജനറൽ കേസിൽ യുവിൽ n+1 എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എത്ര എലമെൻറ്റ്സാണ് ഉണ്ടാവുക? 2 എലമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? കളർ മാറ്റാം അല്ലേ, ഒരു റെഡ് കളർ മാറ്റാം. എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ x1 x2 എക്സെട്ര xn+1 ടേംസുകൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ. xn+1 ടേംസുകൾ അവിടെ ഉണ്ടായിരുന്നു. എവിടെ നിന്നായി ടേംസുകളൊക്കെ വരുന്നത്? യുവിൽ നിന്ന്. സച്ച് ദാറ്റ് എഫ് ഓഫ് x1 x2 എക്സെട്ര xn+1 എന്ന് പറയുന്നത് എന്താണ്? xn+1 എന്ന് പറയുന്നത് സി ആണ്, ഈക്വൽ ടു സി. ഓക്കെ, എഫ് ഓഫ് x1 x2 എക്സെട്ര xn+1 എന്ന് പറയുന്നത് സി ആണ്. ഇതാണ് എഫ് ഇൻവേഴ്സ് ഓഫ് സി അഥവാ നമ്മുടെ ലെവൽ സെറ്റ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ n+1 ടേംസുകളുണ്ടോ? ഇല്ലല്ലോ. ആകെ എത്ര ടേംസുകളുള്ളൂ? R2ൽ 2 ടേംസുകളെ ഇവിടെയുള്ളൂ. അപ്പോൾ നമുക്കിനി 2 ടേംസിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ x1 x2 എക്സെട്ര xn+1 പകരം ഇവിടെ x1 x2 എന്നേ വരുള്ളൂ. അതേപോലെ ഇവിടെയോ x1 x2 എക്സെട്ര xn+1 പകരം എഫ് ഓഫ് x1 x2 എന്നേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഇക്വേഷൻ നേരെ കിട്ടിയല്ലോ. x1 x2 എന്നായപ്പോൾ ഈ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ ഇക്വേഷൻ അങ്ങ് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് x1 x2 എന്ന് പറയുന്നത് -x1² + x2². അത് നമ്മൾ നേരെ അങ്ങ് റീപ്ലേസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, -x1² + x2². ഇനി ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് 2 ആക്സിസായി കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു x ആക്സിസും ഒരു y ആക്സിസുമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ x2നെ y എന്നായിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -x² + y² = c എന്ന് കിട്ടും. ഇപ്പം നമുക്ക് ഇക്വേഷനായി. ഇനി നമുക്കിത് വെച്ചിട്ട് എന്ത് വരക്കണം? ഒരു ഗ്രാഫ് വരക്കണം അല്ലേ. നമ്മുടെ ലെവൽ സെറ്റ് എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് ഗ്രാഫിക്കലി കാണണം. അതിനെന്താ ചെയ്യുക? നമ്മൾ സിക്ക് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കും. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? സിക്ക് 0 എന്ന് ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ഇക്വേഷനിൽ സിക്ക് 0 എന്ന് ഇട്ട് കൊടുക്കുന്നു. സിക്ക് 0 ഇട്ട് കൊടുത്ത് എന്ത് സംഭവിക്കും? ഈ ടേം 0 ആയി പോകും അല്ലേ. അപ്പോൾ -x² + y² = 0 എന്ന് വരും. ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? y² = x² എന്ന് പറഞ്ഞൂടെ. അഥവാ y = ±x എന്ന് വരും. y = ±x എന്ന് പറയുന്ന ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഇതാണ് നമ്മുടെ x ആക്സിസും y ആക്സിസും എന്ന് കരുതാം. അതിൽ y = ±x എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും നമ്മുടെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ x = 0 കൊടുത്തപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി. ഇനി അടുത്ത് സിക്ക് ഞാൻ എന്ത് കൊടുക്കുകയാണ്? 1 കൊടുക്കുകയാണ്. സിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? y² - x² = 1 എന്ന് വരും. 1 വന്നു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്നറിയോ? ഈ ഗ്രാഫ് വരുന്നൊരു രൂപം എന്ന് പറയുന്നത് ഇത് നമ്മുടെ y ആക്സിസ് ആണ്, നമ്മുടെ x ആക്സിസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 1 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ വരും. ഇവിടെ y ആക്സിസിൻ്റെ 1 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഇങ്ങനെ വരും. അതേപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് 4 എന്ന് വരികയാണെങ്കിലോ 4 സെൻറ്റിമീറ്ററിലേക്ക് ഇതിങ്ങനെ പോയിട്ട് ഇവിടെ ഒരു 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വരും എഫ് ഇൻവേഴ്സ് ഓഫ് 4. ഈ സംഭവം. ഇനി എഫ് ഇൻവേഴ്സ് ഓഫ് -1 ആണെങ്കിലോ എന്ന് വെച്ചാൽ സിക്ക് നമ്മൾ എന്ത് വാല്യൂ ഇട്ട് കൊടുക്കുന്നു? -1 വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് അറിയോ? ഇത് നമ്മുടെ x ആക്സിസ് ആണ്, ഇത് നമ്മുടെ y ആക്സിസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ -4 ആണെങ്കിലോ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് നീണ്ടിട്ട് -4ൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 ഗ്രാഫും കൂടി ചേരുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഗ്രാഫ് കിടക്കുക. അതേതാ ഗ്രാഫ്? ഈ വരച്ച് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഗ്രാഫ് വരിക. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? x ആക്സിസും y ആക്സിസും വരക്കുന്നു അല്ലേ. അത് നമുക്കിതിൻ്റെ x ആക്സിസ്, ഇത് y ആക്സിസ്, x ആക്സിസ് നമ്മൾ വരക്കുന്നു. എന്നിട്ടോ
നമ്മൾ എഫ് ഇൻവേഴ്സ് ഓഫ് 0 കൊടുത്തപ്പോൾ സിക്ക് 0 കൊടുത്തപ്പോൾ എന്തായി, നമുക്കിതാ ഇങ്ങനെ 2 ലൈന് കിട്ടി. പിന്നെ സിക്ക് 1 കൊടുത്ത സമയത്ത് ഇങ്ങനെ കിട്ടി, 2 കൊടുത്താൽ ഇങ്ങനെ കിട്ടി, 3 ഇങ്ങനെ കിട്ടി, അങ്ങനെ പോകും. അതേപോലെ ഇവിടെ ഇങ്ങനെ വരും. അതേപോലെ നെഗറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വരും, ഈ ഭാഗത്തും ഇങ്ങനെ വരും. ഇതാണ് ഇതിൻ്റെ ലെവൽ സെറ്റിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ കാണണം. ഓക്കെ, ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ കാണാൻ എന്താ ചെയ്യുക, നമുക്ക് ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ അറിയാം അല്ലേ. എന്താ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ്റെ ഇക്വേഷന്, നമ്മൾ ഗ്രാഫ് ഓഫ് എഫിനെ ഗ്രാഫ് എഫ് എന്നാണ് എഴുതുക. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x1 x2 എക്സെട്ര xn+1 വരെയുള്ള ടേംസുകൾ എവിടെ ഉണ്ടാവും, xn+2 വരെയുള്ള ടേംസുകൾ ശരിക്കും ഗ്രാഫ് എഫിൽ ഉണ്ടാവും. x1 x2 എക്സെട്ര xn+1 വരെയുള്ള ടേംസുകൾ ഉണ്ടാവും അല്ലേ. ഇവിടെ n+1 എന്ന് പറയുമ്പോൾ ഒരാൾ അധികം വരും അല്ലേ. ഇവിടെ n എന്ന് പറയുന്നത് 2 ആണ്. എങ്ങനെ n2 കിട്ടിയത്, നമ്മൾ എടുക്കുന്നത് R2-ലാണ്, അതുകൊണ്ടാണ് n2 എന്ന് വന്നത്. അപ്പോൾ നമ്മളിവിടെ n-ന് 2 എന്ന് കൊടുത്താൽ ഇവിടെ എന്താവും, x3 വരെയുള്ള ടേമുകൾ ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ x1 x2 x3 എന്ന് വന്നത്, ബിലോങ്സ് ടു R3. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, സച്ച് ദാറ്റ് xn+1 ഈക്വൽ ടു എഫ് ഓഫ് x1 x2 എക്സെട്ര xn+1 എന്നാണ്. ഇതിൽ n-ന് 2 കൊടുത്തു നോക്കി എന്താ സംഭവിക്കുക, x3 ഈക്വൽ ടു എഫ് ഓഫ് x1 x2 എക്സെട്ര xn+1 എന്ന് വരും. ഓക്കെ, നമ്മൾ അതങ്ങ് നേരെ അപ്ലൈ ചെയ്താൽ കേട്ടോ. അത് അപ്ലൈ ചെയ്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്കിതാ ഇവരെ കിട്ടും. ഗ്രാഫ് എഫ് എ ഫംഗ്ഷൻ ഈക്വൽ ടു x3 ഈക്വൽ ടു എഫ് ഓഫ് x1 x2. ഇനി എഫ് ഓഫ് x1 x2 എന്ന് പറയുന്നത് എന്താ, -x2² പ്ലസ് -x1² പ്ലസ് x2² അല്ലേ. അഥവാ നമ്മൾ ഈ x2-നെ നമ്മുടെ ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ x2-നെ ഞാൻ y എന്നും x1-നെ ഞാൻ x എന്നും x3-നെ ഞാൻ z എന്ന് വരയ്ക്കുകയാണെങ്കിൽ y² മൈനസ് x² ഈക്വൽ ടു z എന്ന് പറയുന്ന ഫോമിൽ വരില്ല ഈ ടേംസുകൾ, ഈ ഫോമിൽ വരും. അതിനെ നമ്മൾ നേരെ അങ്ങ് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്താൽ നമ്മളുടെ ആൻസറായി. അതെങ്ങനെയാണ് വരിക, അത് വരുന്നത് നമുക്ക് പിക്ചറിക്കലി വരക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വരക്കാനൊക്കെ പറ്റും, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. നമ്മളൊരു ലൈന് വെച്ച് നോക്കുകയാണെങ്കിൽ അത് കിടക്കുന്നത് ഇതാ ഇങ്ങനൊരു ഫോമിലാണ്, ഇങ്ങനൊരു ഫോമിലാണ് കിടക്കുക. അതിപ്പോൾ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ഫോമിലാണ് നമ്മുടെ ആൾക്കാർ കിടക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു കേർവ് ഷേപ്പിൽ ഇങ്ങനെയാണ് കിടക്കുക. ഓക്കെ, ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയ എങ്ങനെയാണ്, ഈ ഒരു ഫോമിലാണ് ഇവർ കിടക്കുക. ഗ്രാഫ് ഓഫ് എഫ് നമ്മളെ കാണുന്ന ഈ ഒരു ഫംഗ്ഷൻ.